വയനാട് DCC ട്രഷറർ ആയിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിയമനക്കോഴ ആരോപണത്തിൽ MLA IC ബാലകൃഷ്ണനെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിലേക്ക് നിയമനത്തിനായി കോഴ വാങ്ങി കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസ്. ബത്തേരി കേന്ദ്രീകരിച്ചുള്ള ബാങ്കുകളിൽ നിയമനം നടത്താമെന്ന് പറഞ്ഞ് കോഴ വാങ്ങിയെന്നാണ് ആരോപണം. NM വിജയന്റെ ആത്മഹത്യയ്ക്ക് ശേഷം പുറത്തായ കുറിപ്പുകളിൽ IC ബാലകൃഷ്ണന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രാഥമിക അന്വേഷണം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. വിജിലൻസ് ഡയറക്ടറുടെ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് MLA പ്രതി ചേർത്തത്. MLA സ്ഥാനം രാജിവെക്കാൻ IC ബാലകൃഷ്ണൻ തയ്യാറാകണമെന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. FIR ഇട്ട് കേസെടുത്ത് ഒന്നാം പ്രതി ആയി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം എന്നതാണ് CPIM ആവശ്യപ്പെടുന്നത്. ഇനി MLA സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് യാതൊരു അർഹതവുമില്ല. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് തന്നെ കേസിൽ പ്രതി ചേർത്തതെന്ന് IC ബാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഇതിന്റെ മുൻപ് ഞാൻ പറഞ്ഞു, രാജിവെക്കേണ്ടതായ രീതിയിലുള്ള ശിക്ഷാ നടപടി വന്നു കഴിഞ്ഞാൽ എൻ്റെ പാർട്ടി എന്നോട് പറയും രാജിവെക്കാൻ. പാർട്ടിക്ക് വിധേയനാണ് ഞാൻ. ഇത് രാഷ്ട്രീയം കളിക്കുകയാണ് CPM. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് DYFI പ്രതിഷേധവുമായി രംഗത്തെത്തി. ബത്തേരിയിലെ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.